തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാം ദിവ്യബലിക്കായി, നാഥന്റെ സ്നേഹബലിക്കായി. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാം ദിവ്യബലിക്കായി, നാഥന്റെ സ്നേഹബലിക്കായി. ഈ തിരുവേദിയിലണയും ഞങ്ങളെ അങ്ങേതാ എന്നെന്നും മാറ്റണമേ. ഈ തിരുവേദിയിലണയും ഞങ്ങളെ അങ്ങേതാ എന്നെന്നും മാറ്റണമേ. തിരുമുൻപിലുയരുമി പരിമളധൂപം പോൽ പരിശുദ്ധരായെന്നും മാറ്റണമേ. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിൽ അണയാം ദിവ്യബലിക്കായി, നാഥന്റെ സ്നേഹബലിക്കായി. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ശക്തിയും തൻ്റെ അഭിഷിക്തന് രക്ഷാകേന്ദ്രവുമാണ്. കർത്താവെ, അങ്ങേ ജനത്തെ സംരക്ഷിക്കണമേ. അങ്ങേ അവകാശത്തെ അനുഗ്രഹിക്കുകയും അവരെ എന്നും നയിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മനുഷ്യ സ്നേഹത്തിനെതിരായിട്ടുള്ള ഒരുപാട് നിബന്ധനകൾ ഈ ലോകത്തിൽ ഗവൺമെൻറ്റുകളും മറ്റും ഉണ്ടാക്കിയെന്ന് വന്നേക്കാം. ഉദാഹരണത്തിന്, യേശുവിൻ്റെയൊക്കെ കാലത്ത് കുഷ്ഠരോഗികൾ അത് പടരാതിരിക്കുന്നതിന് വേണ്ടി, രോഗം പടരാതിരിക്കുന്നതിന് വേണ്ടി അവരെ ഐസൊലേറ്റ് ചെയ്യുകയാണ്. ഐസൊലേഷൻ വാർഡ് നമുക്കിന്നുണ്ട്. അന്ന് അങ്ങനെയില്ല. ചുമ്മാ പറമ്പിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവർ കല്ലറകളിലും മറ്റുമൊക്കെയാണ് കിടന്നുറങ്ങിയതൊക്കെ. അങ്ങനെ അതിലേ വരുമ്പോൾ, യേശു വരുന്നത് കാണുമ്പോൾ അവർ ദൂരെ നിന്ന് ഒച്ചത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പലരെ സുഖപ്പെടുത്തുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഇന്ന് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറയുന്നു. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, അങ്ങനെ നീ ശുദ്ധനാവുക എന്ന് പറഞ്ഞ് അവനെ ശുദ്ധനാക്കി. അപ്പം നമുക്കും ഒരു നല്ല മനസ്സ് വേണം. പാവപ്പെട്ടവരെയും രോഗികളെയും അതുപോലെ വേദന അനുഭവിക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു കരുണ തോന്നണം. അവർക്ക് സാന്ത്വനം നൽകുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ സംസാരം. കാരണം യേശുവിന് പകരക്കാരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ യേശുവിൻ്റേതായിട്ടുള്ള ആ സമീപനങ്ങൾ, ഗുണങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ പ്രശോഭിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഉള്ള കൃപാവരം യാചിക്കാം. നമ്മുടെ തെറ്റുകളും പാപങ്ങളും കർത്താവെ പൊറുക്കണമേ എന്നിപ്പോൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും
എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്ന് അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോട് എപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങളും സ്നേഹവും ഉള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി എന്നെന്നും ജീവിച്ചു വാഴുന്ന കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്ന് സെദെക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറുസലമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധമേർപ്പെടുത്തി. സെദെക്കിയായുടെ 11-ാം ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ടു കിടന്നു. 4-ാം മാസം 9-ാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ജനത്തിന് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. കൽദായർ നഗരം വളഞ്ഞിരുന്നുവെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി. രാജാവും പടയാളികളും രാജകീയ ഉദ്യാനത്തിനടുത്തുള്ള 2 ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു. അരാബായി ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറിക്കോ സമതലത്തിൽ വച്ച് മറികടന്നു. അപ്പോൾ അവൻ്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായർ രാജാവിനെ പിടിച്ച് റിബലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദെക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവൻ്റെ കൺമുൻപിൽ വെച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിന് ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിനുള്ളിലേക്ക് കൊണ്ടുപോയി. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ 19-ാം ഭരണവർഷം 5-ാം മാസം 7-ാം ദിവസം അവൻ്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബൂസരദാൻ ജെറുസലേമിൽ വന്നു. അവിടെ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. മാളികകൾ കത്തിച്ചാമ്പലായി. അവനോട് കൂടി ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു. നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബൂസരദാൻ തന്നോട് കൂടെ കൊണ്ടുപോയി. അതിദരിദ്രനായ ചിലരെ ഒഴിവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിപ്പോകട്ടെ.
ജെറുസലമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിപ്പോകട്ടെ. എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടി പോകട്ടെ. ബാബിലോൺ നദികളിലെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലറുവൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ജെറുസലമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടി പോകട്ടെ. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ തുടങ്ങി. അവർ പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളെ മർദ്ദകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. ജെറുസലമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടി പോകട്ടെ. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിന് ഗാനം ആലപിക്കും? ജെറുസലമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലതുകൈ എന്നെ മറക്കട്ടെ. ജെറുസലമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടി പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ജെറുസലമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടി പോകട്ടെ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. എല്ലാ നിയമങ്ങളുടെയും സാരാംശം ദൈവകരുണയും മനുഷ്യനെ മതിക്കുക എന്നുള്ള മൂല്യങ്ങളും ആണ്. ഇന്ന് ശാസ്ത്രം വളരെയധികം വളർന്നിട്ടുണ്ട്. അത് കാരണം എത്ര വലിയ രോഗങ്ങളാണെങ്കിലും അത് പടർന്നു പിടിക്കുന്നുണ്ടെങ്കിലും തക്ക മരുന്നുകൾ കണ്ടുപിടിക്കാനും സാധിക്കുന്നുണ്ട്. അന്ന് യേശുവിൻ്റെ കാലത്ത് ഈ രോഗികളെ ആരും തൊടാൻ അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് അവർ ജനങ്ങളിൽ നിന്നും വളരെ ദൂരെ നിന്നുകൊണ്ട് വേണം അത് അവിടെ ജീവിക്കുവാനായിട്ട്. പണ്ട് കേരളത്തിൽ ചില സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാർ അതിലെ നടന്നു പോകുമ്പോൾ ഉയർന്ന ജാതിക്കാർ അവരെ കാണാതിരിക്കത്തക്ക വിധത്തിൽ അവർ ഒച്ച വെച്ചുകൊണ്ട് പോകണം. അശുദ്ധം അശുദ്ധം എന്ന് പറയണമെന്ന്. അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു.
ഇന്നതെല്ലാം മാറി നമ്മളെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിലെ മനുഷ്യൻ്റെ മൂല്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കണം, അവനെ ബഹുമാനിക്കണം, എന്നെപ്പോലെ തന്നെ കരുതണം. ഇതെല്ലാം ബൈബിളിലുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താതെ വരികയായിരുന്നു. യേശു ആ കുഷ്ഠരോഗിയെ തൊടുകയാണ്. അന്ന് ആരും അങ്ങനെ തുടരുതെന്നുള്ള നിയമമായിരുന്നു. എന്നാൽ തൊടുക മൂലം യേശു അവന് കാരുണ്യം കാണിക്കുന്നു. നീ എന്നെപ്പോലെ തന്നെയാണെന്ന് പറയുന്നു. ഈ രോഗം മാത്രമാണ് നിന്നെ മാറ്റിയത്. അങ്ങനെ അവനുമായിട്ടുള്ള ഒരു സ്നേഹ ഐക്യത്തിലേക്ക് വരികയാണ്. ആ മനസ്സിൻ്റെ, യേശുവിൻ്റെ മനസ്സിൻ്റെ സ്ഥിതി തന്നെ അവനെ ശുദ്ധമാക്കുകയാണ്. അത്രമാത്രം ശക്തിയുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഒരു സ്നേഹത്തോടും അനുകമ്പയോടും കൂടെ വേണം കാണാൻ. ഈ രോഗം നമുക്കും വരാവുന്നതാണ്. ഈ അവസ്ഥയിൽ നമ്മളും ഉൾപ്പെട്ടു പോകാം. അതുകൊണ്ട് എപ്പോഴും എല്ലാവരോടും, നമ്മളെപ്പോലെ ഇല്ലാത്തവരോട് കൂടുതൽ സഹതാപം കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ ശ്രമിക്കാം. ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിൻ്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായവ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹസമർപ്പണം സമർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, സർവശക്തനായ ദൈവപിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയിർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത്
നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിച്ചു പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ, തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുവിന്റെ ശരീരവും രക്തവും നമ്മളെ കാത്ത് നിത്യജീവൻ നൽകുമാറാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിധനാണെന്ന് വിശ്വസിച്ച്
ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവേ, എല്ലാവരും അങ്ങിൽ ദൃഷ്ടി പതിച്ചിരിക്കുകയും അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മറിയാമ്പികേ, മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മറിയാമ്പികേ, മനതാരിൽ നീ മറയാ